ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം. എന്റെ വാക്ക്, എന്റെ വായന. മനുഷ്യരാശിയുടെ ചാലകശക്തികളിലൊന്നാണ് വായന. വായന കേവലം നേരം പോക്കിനോ രസാനുഭൂതിക്കോ വേണ്ടിയല്ല, അറിവിനും വിനോദത്തിനും ആശയങ്ങൾ നിർമ്മിക്കാനുമുള്ള വഴിയായി കൂടിയാണ് നാം വായനയെ ഉപയോഗിക്കുന്നത്. വായിച്ചു വളരുക മാത്രമല്ല, അതിലൂടെ ലോകത്തെ മാറ്റുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. നമ്മെ തങ്ങളുടെ സ്വന്തം വിശാലമായ ആശയാവിഷ്കരണ ലോകത്തേക്ക് ഒപ്പം കൊണ്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാർ എന്തൊക്കെ വായിക്കുന്നു, എന്തിനു വായിക്കുന്നു, എങ്ങനെ വായിക്കുന്നു, എപ്പോഴൊക്കെ വായിക്കുന്നു എന്നറിയാനുള്ള കൗതുകവും ആകാംക്ഷയും നമുക്കുണ്ടാകും. കേൾക്കാം, അറിയാം നമ്മുടെ പ്രിയപ്പെട്ടവരെ. ഇന്ന് എന്റെ വാക്ക് എന്റെ വായനയിൽ ഷംസുദ്ദീൻ കുട്ടോത്ത്, ടി.ഡി. രാമകൃഷ്ണൻ, വിനിൽ പോൾ, രാഹുൽ രാധാകൃഷ്ണൻ, പി.എഫ്. മാത്യൂസ്, പി.വി. ഷാജികുമാർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം നോവലിസ്റ്റ് ടി.ഡി. രാമകൃഷ്ണൻ. എൻ്റെ ജീവിതത്തിലെ വായന വളരെ ചെറുപ്പകാലം മുതലേ തുടങ്ങിയതാണ്. വായനയും ശ്വാസം പോലെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക്. ഞാനങ്ങനെ പറയാനുള്ളൊരു പ്രധാന കാരണം, വളരെ ചെറുപ്പകാലം മുതൽ ഒരു ആസ്മാരോഗിയായിരുന്ന എനിക്ക് വായന വലിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ 61 ജനിച്ചത്. തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്തിനടുത്ത് എയ്യാൽ എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിൽ. ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. എൻ്റെ ഗ്രാമം വൈദ്യുതി ഇല്ലാത്ത സ്ഥലമാണ്. മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്. അന്ന് ആസ്മാരോഗത്തിന് ഇന്നത്തെ പോലെ ഇൻഹേലറുകളോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട മരുന്നുകളോ ഒന്നുമില്ല. പുത്തിരിച്ചുണ്ട വേരും ആടലോടകവും ഒക്കെ ഇട്ടിട്ടുള്ളൊരു വറവ് കഷായമൊക്കെയാണ് അതിനുണ്ടാക്കുന്നത്. എൻ്റെ അമ്മ എന്നെപ്പോലെ ഒരു ആസ്മാരോഗിയായിരുന്നു. ആസ്മാരോഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അത് മിക്കവാറും കൂടുതലാകുന്നത് രാത്രി സമയങ്ങളിലാണ്. തണുപ്പുള്ള രാത്രികളിൽ, അതുപോലെ പൊടിയുള്ള ഇടങ്ങളിൽ ഒക്കെ ആസ്മയുടെ വലിയ പ്രശ്നം ഉണ്ടാകും. ഞാനന്ന് താമസിച്ചിരുന്ന വീട് വൈക്കോൽ മേഞ്ഞ വീടാണ്. ധാരാളം പൊടിയുണ്ട് അവിടെ, തണുപ്പുമുണ്ട്. ആസ്മയ്ക്ക് ഇന്നത്തെ പോലെയുള്ള മരുന്നുകളുമില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ അമ്മയും, അസുഖങ്ങൾ വരുന്ന സമയത്ത് വായനശാലയിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടുകയാണ് പതിവ്. വായനശാലയിൽ നിന്ന് 2 പുസ്തകം കൊണ്ടുവന്നാലും ഒന്ന് അമ്മയും ഒന്ന് ഞാനും ഇരുന്ന് വായിക്കും. അമ്മ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കും വായിക്കുന്നത്. ഞാനന്ന് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലമാണ്. വായനശാലയിൽ നിന്ന് കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ മിക്കവാറും ബംഗാളി നോവലുകളുടെയോ റഷ്യൻ നോവലുകളുടെയോ ഒക്കെ പരിഭാഷകളായിരിക്കും. കുറച്ച് വലിയ പുസ്തകങ്ങൾ എടുത്തു കൊണ്ടുവരാനാണ് അമ്മ പറയാറുള്ളത്. കാരണം കുറച്ച് ദൂരെയാണ് ഈ വായനശാലയുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോയി കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വലിയ പുസ്തകങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നു, അതെടുത്ത് വായിക്കുന്നു. നമ്മൾ വായനയിലൂടെ ഏറെ ദൂരെ കിടക്കുന്ന ചില സ്ഥലങ്ങളെപ്പറ്റി, അവിടുത്തെ മനുഷ്യരെപ്പറ്റി, അവരുടെ ജീവിതത്തെപ്പറ്റിയൊക്കെ അറിയുന്നു. ആ ലോകത്തിൽ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ അസുഖത്തെ കുറച്ചൊക്കെ മറക്കും. അസുഖത്തിൻ്റെ ആ പിടിയിൽ നിന്ന് ചെറിയ തോതിലൊരു മോചനം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് വായന ശ്വാസം പോലെ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് നിന്ന് ആരംഭിച്ചതാണ്. അത് പിന്നീട് കുറച്ചും കൂടെ ഗൗരവമുള്ള വായനയിലേക്ക് പോകുന്നുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. അമ്മയ്ക്ക് അന്ന് 33 വയസ്സേ ഉള്ളൂ. പിന്നീട് ഒറ്റയ്ക്കായി വായനയൊക്കെ. ഞാൻ SSLC കഴിഞ്ഞോടുകൂടെ എൻ്റെ നാട്ടിൽ നിന്ന് ആലുവ UC കോളേജിലേക്ക് വരുന്നു. വായനയുടെ സ്വഭാവം വലിയ തോതിൽ മാറുന്നുണ്ട്. വായനയ്ക്കൊരു കൃത്യമായ ബോധം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാകുന്നത് ആ ഒരു കാലത്താണ്. 1976 ഞാൻ UC കോളേജിലെത്തുന്നത്. അടിയന്തരാവസ്ഥ കാലമാണ്. എൻ്റെ വായനയെ കുറച്ചുകൂടെ വൈഡറാക്കി മാറ്റുന്നത്, മുമ്പുണ്ടായിരുന്ന പോലെ കിട്ടിയത് എന്തും വായിക്കുന്ന ഒരു ശീലത്തിൽ നിന്ന് കുറച്ചും കൂടെ ഗൗരവമായിട്ടൊരു വായനയിലേക്ക് എത്തുന്നതൊക്കെ ആ കാലത്താണ്. അതിലെനിക്ക് വലിയ കടപ്പാടുള്ളത് എൻ്റെ സഹപാഠിയായിരുന്ന, ഞങ്ങളുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ BA മലയാളം വിദ്യാർത്ഥിയായിരുന്നു ഫാദർ MT ജോസഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അടിയന്തരാവസ്ഥ കാലത്ത് ആലുവ UC കോളേജിൻ്റെ യൂണിയൻ ചെയർമാനായിരുന്നു അദ്ദേഹം എനിക്ക് ചില പുസ്തകങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ് കുറച്ചൊരു റാഡിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു കാലമായിരുന്നു. 70കളിലൊക്കെ വളരുന്ന ആളുകൾ സാധാരണ സംഭവിക്കുന്നത് പോലെയുള്ള
ചിന്തകളൊക്കെ എന്നെയും ബാധിച്ചിരുന്നു. വലിയ വിപ്ലവ സ്വപ്നങ്ങളൊക്കെ കണ്ടു നടക്കുന്ന കാലമാണ്. അപ്പോൾ ഫാദർ എനിക്ക് ആനിമൽ ഫാം എന്ന വളരെ പ്രസിദ്ധമായ ആ ചെറിയ നോവൽ എടുത്ത് വന്നിട്ട് പറഞ്ഞ്, നിൻ്റെ റവല്യൂഷണറി ചിന്തകളൊക്കെ ശരിയാണ്, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല, പക്ഷേ ആനിമൽ ഫാം കൂടി വായിക്കണം. ആനിമൽ ഫാം നീ ഒരിക്കൽ വായിച്ചാൽ പോരാ, 2 or 3 തവണ വായിക്കണം. എന്നിട്ട് എന്താണ് മനസ്സിലാക്കിയതെന്ന് എന്നോട് പറയണം. 16 വയസ്സുകാരനായ ഞാൻ ആനിമൽ ഫാം വായിക്കുന്നതോടുകൂടി എൻ്റെ വായന മറ്റൊരു തരത്തിലേക്ക് കുറേയും കൂടെ വൈഡറായിട്ട് മാറുന്നു. കാര്യങ്ങളെ കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനുമൊക്കെയുള്ള ഒരു കഴിവെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയൊക്കെ എൻ്റെ വായനയ്ക്ക് ഉണ്ടാകുന്നത് അക്കാലത്താണ്. എൻ്റെ വായന വളരെ വിപുലമായിട്ട് മാറുന്നുണ്ട്. കോളേജ് ലൈബ്രറിയിലെ ഒരു കോർണറിൽ മിക്കവാറും ഒഴിവ് സമയങ്ങളിലൊക്കെ ഞാൻ പോയിരിക്കുന്നുണ്ടായിരുന്നു. അന്നും ഈ പറഞ്ഞ പോലെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. കായികമായ വിനോദങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ശാരീരിക പ്രകൃതിയോ ആരോഗ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പുസ്തകങ്ങൾ മാത്രമായിരുന്നു എൻ്റെ അഭയം. അന്ന് അലക്സാണ്ടർ സോൾട്ടനിറ്റ്സിന് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നു. സോൾട്ടനിറ്റ്സിൻ്റെ ഗുലാഗ് ആർച്ചിപ്പിലാകവും ഞങ്ങളുടെ കോളേജ് ലൈബ്രറിയിലേക്ക് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എത്തി. ഞങ്ങളുടെ ചില ചേട്ടന്മാരൊക്കെ ഒന്ന് പറയുന്നുണ്ട്, ഡോണ്ട് റീഡ് സോൾട്ടനിറ്റ്സൺ, ഇറ്റ്സ് ക്യാപിറ്റലിസ്റ്റ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സോൾട്ടനിറ്റ്സിൻ്റെ പുസ്തകം തന്നെ തേടിപ്പിടിച്ച് വായിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് എൻ്റെ വായനയുടെ ഒരു തുടക്കം. അത് കഴിഞ്ഞ് പിന്നീട് പലതരത്തിൽ തമിഴ് വായനയൊക്കെ ആയിട്ട് വലിയ രീതിയിലത് മാറുന്നു. അങ്ങനെ തുടർന്ന് എൻ്റെ വായനയിൽ പിന്നീട് ഞാനൊരു റെയിൽവേ ജീവനക്കാരനായിട്ട് മാറുന്നുണ്ട്. ഞാൻ തമിഴ്നാട്ടിലെത്തുന്നു. എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് തമിഴ്നാട്ടിൽ സേലത്തായിരുന്നു. വായിക്കാതെ ജീവിക്കാൻ വയ്യ എന്ന് വിശ്വസിച്ചിരുന്നൊരു ഞാൻ ഈ സേലത്ത് ചെല്ലുന്ന സമയത്ത് വലിയൊരു പ്രതിസന്ധിയിലാകുന്നു. അപ്പോൾ അവിടെ നമുക്ക് പുസ്തകങ്ങൾ അത്ര കിട്ടാനുള്ള വഴിയില്ല. പ്രത്യേകിച്ച് റെയിൽവേ ജോലിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരുപാട് പരിമിതികളുണ്ടാകും. തമിഴ് പുസ്തകങ്ങളാണ് പിന്നീട് കിട്ടാൻ എളുപ്പമായിട്ട് തീരുന്നത്. ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടിച്ചൊരു 1-1.5 വർഷം കൊണ്ടാണ് തമിഴ് ഭാഷ ഒരുവിധം വായിക്കാൻ പഠിക്കുന്നത്. തുടർന്ന് ആ ഭാഷയിൽ കുറേയും കൂടെ കംഫർട്ടബിളായിട്ട് വായിക്കാവുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. എന്നെ ആ ഭാഷ വല്ലാതെ ഭ്രമിപ്പിക്കും. സത്യം പറഞ്ഞാൽ ആ ഭാഷയുടെ ഒരു സൗന്ദര്യവും ഒക്കെയാണ് എന്നെ കൂടുതൽ അതിനോട് അടുപ്പിക്കുന്നത്. അത്തരത്തിലുള്ള വായന മുന്നോട്ട് പോകുമ്പോൾ തമിഴിലെ പല പുസ്തകങ്ങളും വായിക്കാനിടയാണ്. അപ്പം ചില സമയത്ത് അത്തരം പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കൾച്ചറിലേക്ക് പോകും. നമ്മൾക്ക് അപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് കുറേ, പക്ഷേ ഭാഷയുടെ ഒരു സൗന്ദര്യം നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നു. ഇപ്പോൾ പുതുമൈപ്പിത്തൻ എന്ന് പറയുന്ന തമിഴിലെ വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ കഥകൾ ആ കാലത്താണ് വായിച്ചു. ഇപ്പോൾ പുതുമൈപ്പിത്തൻ്റെ കഥകൾ എന്ന് പറഞ്ഞ വലിയൊരു പുസ്തകം തന്നെയുണ്ട്. അപ്പം അത് വളരെ യാദർച്ഛികമായിട്ടാണ് ആ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നതും. ഞാൻ തമിഴിലൊരു സ്കോളറൊന്നുമില്ല, കഷ്ടിച്ച് തമിഴ് ഭാഷ പഠിച്ച് വായിച്ച ഒരാളാണ്. എന്നിട്ട് പോലും ഈ പുസ്തകത്തിലെ കഥകൾ വായിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ സങ്കീർണമായ പല അവസ്ഥകളെ വളരെ സൂക്ഷ്മമായിട്ട് ചിത്രീകരിക്കുന്ന കഥകളാണ്. അതേസമയം തമിഴ് സംസ്കാരത്തിൻ്റെ, തമിഴ് എന്നുള്ള ഭാഷയുടെ എല്ലാത്തിൻ്റെ ഒരു ശക്തി സൗന്ദര്യങ്ങൾ നമ്മൾ അടുത്തറിയുക. തമിഴിൽ പല എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഞാൻ പിന്നീട് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുതുമൈപ്പിത്തൻ്റെ കഥകൾ വായിച്ച പോലെ എന്നെ ഭ്രമിപ്പിച്ച മറ്റൊരു എഴുത്തുകാരനോ പുസ്തകമോ തമിഴിലില്ല. നമ്മൾക്കത് വിശദീകരിക്കാൻ കഴിയില്ല. അത് വായിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ VK-ൻ്റെ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്ന പോലെ അത് നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അത് വായിച്ച് നമ്മൾ സ്വയം അനുഭവിക്കുക എന്നുള്ളൂ. അതുപോലെയാണ് പുതുമൈപ്പിത്തൻ്റെ കഥകൾ. തമിഴ് അറിയാവുന്ന ആളുകൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് പുതുമൈപ്പിത്തൻ്റെ കഥകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും തെക്കൻ തമിഴ്നാടിൻ്റെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം, അവരുടെ സംസ്കാരം, വലിയ ഒരു തമിഴ് പാരമ്പര്യത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഒരേ സമയം സാഹിത്യത്തിലൂടെ വായനയിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ഒരു പുസ്തകമാണ്. ചരിത്ര ഗവേഷകനും എഴുത്തുകാരനുമായ വിനിൽ പോൾ. എൻ്റെ ഒരു വായനാ അനുഭവം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കളുടെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. അവർ വായിക്കുന്നവരാണ്. നിരവധി പുസ്തകങ്ങൾ ഒരുപാട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികളെയും പോലെ തന്നെ ചെറുപ്പത്തിൽ ജംഗിൾ ബുക്കും അതുപോലെ മാർക്ക് ട്വെയിൻ്റെയും വർക്കുകളും ടോം സോയറും 3 മസ്കിറ്റേഴ്സ് പോലുള്ള അലക്സാണ്ടർ ഡ്യൂമയുടെ വർക്കുകൾ, അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന പല നോവലുകളൊക്കെ വായിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഒരു ദേശത്തിൻ്റെ കഥയൊക്കെ പ്രധാനപ്പെട്ടൊരു നിമിഷം തന്നെയായിട്ടാണ് ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നത്. അതുപോലെ ചെറുപ്പത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു യാത്രാവിവരണം മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിസത്തിൻ്റെയും കുരിശിൻ്റെയും നാട്ടിൽ നിന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അഗസ്റ്റിൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിനാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു യാത്രാവിവരണം എന്ന നിലയിൽ ഭയങ്കര ഇഷ്ടം തോന്നിയൊരു കൃതിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വായനയായിരുന്നു ആദ്യ സമയങ്ങളിൽ. എല്ലാവരെയും പോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നോവലുകൾ, കഥയും ചെറിയ തോതിലുള്ള യാത്രാവിവരണങ്ങളൊക്കെയാണ് വായിച്ചു വന്നത്. പിന്നീടൊരു MA പഠിക്കാൻ വരുന്ന സമയം മുതലാണ്
കാര്യമായ രീതിയിലുള്ളൊരു അന്വേഷണം വായനയിൽ തന്നെ നടത്തുന്നത്. ഞാൻ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് MA MPhilഉം ചെയ്തത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് വളരെ പെട്ടെന്ന് വായിക്കണമെന്നും അല്ലെങ്കിൽ കൂടുതലായി ഞാൻ പിന്നീട് വായിക്കാൻ ശ്രമിച്ചത് ഒരു മാർക്സിസ്റ്റ് രീതിയിലുള്ള ചരിത്ര പഠനങ്ങളൊക്കെ. പ്രത്യേകിച്ച് എന്നെ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ചരിത്രത്തിലേക്ക് താല്പര്യം തോന്നുന്നതിനുള്ളൊരു പ്രധാന കാരണക്കാരനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇർഫാൻ ഹബീബിൻ്റെ പഠനങ്ങളും പുസ്തകങ്ങളുമൊക്കെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ളൊരു ചരിത്രകാരനാണ് ഇർഫാൻ ഹബീബ് എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രധാനമായും വായിക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷമുണ്ടായ മാറ്റങ്ങളെയും അവരുടെ ഒരു സാമ്പത്തിക വശങ്ങളെയൊക്കെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളൊക്കെ അടങ്ങിയ പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ അതാണൊരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് കൂടുതൽ പഠിക്കണം, അന്വേഷിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹവും ആവേശവും ഒക്കെ തോന്നിച്ച് തന്ന ഇർഫാൻ ഹബീബിൻ്റെ പഠനങ്ങളായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയ, എന്നെ ഭയങ്കരമായി ഇഷ്ടപ്പെടുത്തിയ ഒരു ചരിത്രകാരൻ എന്ന് പറയുന്നത് മഹേഷ് രംഗരാജൻ എന്ന് പറഞ്ഞൊരു എൻവയോൺമെൻറ്റൽ ഹിസ്റ്റോറിയനാണ്. അപ്പോൾ ഇന്ത്യാസ് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ്. അപ്പോൾ ആ എൻ്റെ ഒരു വായന ഇങ്ങനെയാണ് വികസിച്ച് വന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എന്ന നിലയിലും അതുപോലെ കൂടുതൽ ആളുകൾ അത് വായിക്കണം എന്ന ഒരാഗ്രഹം എനിക്ക് തോന്നിയതുമായിട്ടുള്ളൊരു പുസ്തകം ചരിത്ര മേഖലയിൽ തന്നെ ഉള്ളൊരു പുസ്തകമാണ്. റോമില താപ്പറുടെ എയർലി ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്. ആദ്യമേ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ എല്ലാ ആളുകളും വായിക്കേണ്ട ഒരു ടെക്സ്റ്റ് എന്നുള്ള നിലയിൽ തന്നെയാണ്. എങ്ങനെയാണ് ഒരു ഇന്ത്യയുടെ ഒരു ഭൂതകാലം, ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു സങ്കല്പം എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്, ഇന്ന് ആ ഒരു രീതിയിൽ നിന്നുകൊണ്ടാണ് നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നത്. നിരൂപകൻ രാഹുൽ രാധാകൃഷ്ണൻ. ഏതൊരാളെയും പോലെയും ചെറുപ്പകാലം മുതൽ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വായനയുടെ ആഭിമുഖ്യം ഉണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് തന്നെയാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസവും പ്രീ ഡിഗ്രി വരെ ഞാൻ കോഴിക്കോട് തന്നെയാണ് പഠിച്ചത്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുണ്ടായിരുന്ന വാഗ്ഭടാനന്ദ ഗുരുദേവർ സ്മാരക വായനശാലയിൽ അവിചാരിതമായിട്ട് ഞാനൊരു മെമ്പർഷിപ്പ് എടുക്കുകയുണ്ടായി. എൻ്റെ അമ്മ ഇവിടെ അധ്യാപികയായിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അവിടുത്തെ ലൈബ്രറിയൻ. പുള്ളി അവിടെ ലൈബ്രറിയൻ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു മെമ്പർഷിപ്പ് കിട്ടുകയും അവിടെ നിന്നാണ് എൻ്റെ ഒരു വായന, ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വായനയുടെ തുടക്കകാലം ഞാൻ അവിടെ നിന്നാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഏതൊരാളെയും പോലെ തന്നെയും തുടക്കത്തിൽ മലയാള പുസ്തകങ്ങൾ തന്നെയാണ് വായിച്ചു തുടങ്ങിയത്. ലൈബ്രറി ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമല്ല, ലൈബ്രറിയൻ സജസ്റ്റ് ചെയ്ത പുസ്തകങ്ങൾ, അങ്ങനെയൊക്കെയാണ് വായന തുടങ്ങിയത്. അപ്പം ആ സമയത്ത് തന്നെ MT വാസുദേവൻ നായരും ബഷീറിൻ്റെയും T പത്മനാഭൻ്റെയും പുസ്തകങ്ങളൊക്കെ തന്നെയാണ് വായിച്ചു തുടങ്ങിയത്. പിന്നീട് പ്രീ ഡിഗ്രി ഞാൻ ദേവരി കോളേജിലാണ് പഠിച്ചത്. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ആ സമയത്തും വേറെ തരത്തിലൊരു എക്സ്പോഷർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ വിദേശ സാഹിത്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവുകയുണ്ടായി. ആ സമയത്തൊക്കെ പതുക്കെ വായനയിലൊക്കെ കൂടുതൽ ശ്രദ്ധയൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ ചില സീരിയസ് വായന ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ആണ് കൂടുതലും വളരെ ഗൗരവകരമായ തരത്തിലുള്ളൊരു വായന ഉണ്ടാവുകയും കൂടുതലും ലാറ്റിൻ അമേരിക്കൻ ഫിക്ഷൻ വായിക്കാൻ തുടങ്ങുകയും, അപ്പോൾ ഇതിനിടയിൽ തന്നെ ഞാൻ മാർക്കസിനെയൊക്കെ വായിച്ചിരുന്നു. പിന്നീട് കൂടുതലും ലാറ്റിൻ അമേരിക്കൻ ഫിക്ഷനിലേക്ക് ശ്രദ്ധ തിരികുകയും, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ വായനയുടെ ഒരു തലം മാറുന്നതും ആ സമയത്താണ്. എൻ്റെ ഒരു സുഹൃത്ത് ആണ് ബോറസിനെ വായിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ബോറസ് അങ്ങനെയാണ് പെട്ടെന്ന് കടന്നു വന്നത്. അങ്ങനെ പല തലങ്ങളിലേക്ക് വായന വളരെ സീരിയസ് ആയിട്ട് പോവുകയും പിന്നീട് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോവുകയും യൂറോപ്യൻ ഫിക്ഷൻ വായിക്കുകയും, അങ്ങനെ UK ഇറങ്ങുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വരുന്ന സാഹിത്യത്തോട് അപ്പോഴും വലിയ ആഭിമുഖ്യമൊന്നും തോന്നിയിരുന്നില്ല. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ് അങ്ങനത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള ഫിക്ഷനാണ് കൂടുതലും വായിച്ചിട്ടുള്ളത്. പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പുതിയ എഴുത്തുകൾ എങ്ങനെയുണ്ടെന്ന്, ഇപ്പം ബിയോണ്ട് ബൊലാനോ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക എന്താണ് സംഭവിക്കുന്നത്, തുടർന്നുള്ള എഴുത്തുകാർ എങ്ങനെയാണ് എഴുതിക്കൊണ്ടിരുന്നത്, ആ ഒരു വായനയുടെ തലം അങ്ങനെ കാലം മുന്നോട്ട് പോകുന്തോറും മാറുകയാണ്. അപ്പോഴും മലയാള വായന നിലച്ചിട്ടില്ല, എഴുതാനൊന്നും ആരംഭിച്ചിട്ടൊന്നുമില്ല. ആനന്ദും വിജയനും ഒക്കെ തന്നെയായിരുന്നു അന്നും ഇന്നും ഏറ്റവും പ്രിയപ്പെട്ടവർ. വിജയൻ്റെ എല്ലാ കൃതികളും അത്രയോ മുമ്പ് തന്നെ വായിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് വളരെ പുതിയ എഴുത്തുകാരെന്താണ് ലോകത്തിന് പകർന്നു കൊടുക്കുന്നതെന്ന് അറിയാനുള്ളൊരു കൗതുകം മൂലം അത്തരത്തിലുള്ള പുസ്തകങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയുണ്ടായി. അങ്ങനെ കുറച്ച് പേരുകൾ ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആൻഡ്രേ ന്യൂമാൻ എന്ന് പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ടോക്കിംഗ് ടു അവർസെൽസ് എന്ന പുസ്തകം ആ കാലത്ത് വായിച്ച ഒരു വളരെ നല്ല പുസ്തകമായിട്ട് തോന്നുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് മറ്റു പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ട്രാവലർ ഓഫ് ദ സെഞ്ചുറി എന്ന് പറഞ്ഞു, അങ്ങനെ വേറെ പുസ്തകങ്ങളുമുണ്ട്. ഫ്രാക്ചേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അങ്ങനെ ഓരോ പുതിയ എഴുത്തുകാരെ കണ്ടുപിടിക്കുക, പിന്നെ യൂറോപ്യൻ സാഹിത്യത്തിലെ മറ്റ് പുതിയ പ്രതീക്ഷ ഉണർത്തുന്ന എഴുത്തുകാരെ കണ്ടുപിടിക്കുക, അവരെ പറ്റി കൂടുതൽ വായിക്കുക. ലോറൻ ബിനെ എന്ന് പറഞ്ഞ ഫ്രഞ്ച് എഴുത്തുകാരൻ്റെ സെവൻത്ത് ഫംഗ്ഷൻ ഓഫ് ദി ലാംഗ്വേജ് എന്ന് പറഞ്ഞ പുസ്തകം, ഒരുപാട് പുസ്തകങ്ങളെ പറ്റിയിട്ടും ഒരുപാട് എഴുത്തുകാരെ പറ്റിയിട്ടും പുതിയ ആൾക്കാരെ പറ്റിയിട്ടും ഒക്കെ വായനയിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തി തുടങ്ങി. പിന്നീട് ബുക്കർ സമ്മാനങ്ങൾ, പ്രത്യേകിച്ചും ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനത്തിൻ്റെ ചുരുക്കപ്പട്ടികയിലുള്ള പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കാനൊക്കെ തുടങ്ങി. ഇതെല്ലാം നടക്കുമ്പോഴും മാസ്റ്റേഴ്സായിട്ടുള്ള
ആൾക്കാരും അവിടെ വായനയുടെ പരിധിയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സൽമാൻ റുഷ്ദി ആണെങ്കിലും കുന്തേര ആണെങ്കിലും നബോക്കോ ആണെങ്കിലും ഈവൻ പാമുക്ക് ആണെങ്കിലും എല്ലാം വായനയിൽ എപ്പോഴും കൂട്ടിയിരുന്ന ആളുകളാണെന്ന് പറയാം. കഴിഞ്ഞ വർഷത്തെ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം ലഭിച്ച ജെന്നി അർപ്പൻബെക്കിൻ്റെ എല്ലാ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു 5 വർഷമായിട്ട് മൈഗ്രേഷൻ അല്ലെങ്കിൽ പലായനം, റെഫ്യൂജീസ്, ആ ഒരു ഏരിയയിൽ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ തേടിപ്പിടിച്ച് വായിക്കുകയുണ്ടായി. അപ്പം ആ കൂട്ടത്തിലാണ് ഞാൻ അങ്ങനെ പലതരത്തിലുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ചില രാജ്യങ്ങളോട് നമുക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നതും ഈ സമയത്ത് തന്നെയാണ്. ഇപ്പം കൂടുതലും ഹംഗേറിയൻ ലിറ്ററേച്ചറും നോർവേയിൽ നിന്നുള്ള ലിറ്ററേച്ചറും എല്ലാം ഈ സമയത്ത് തന്നെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നോർവേയിൽ നിന്നുള്ള ഡാക്സ് സോൾസ്റ്റാഡ് എന്ന് പറഞ്ഞ മറ്റൊരു റൈറ്റർ. അങ്ങനെ വേറെ നമുക്ക് പരിചയമില്ലാത്ത ചില ഏരിയയിൽ നിന്നുള്ള എഴുത്തുകാരെ പറ്റിയിട്ടും വായിക്കാൻ സാധിച്ചു. പഴയ കാലഘട്ടത്തെ പോലെയല്ല, ഒരുപാട് വിദേശ പുസ്തകങ്ങളും നമുക്ക് എപ്പോഴും നമ്മുടെ കൈപ്പിടിയിൽ തന്നെ എല്ലാ പുസ്തകങ്ങളും കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതും കൂടെ നമ്മൾ ഓർക്കണം. അത് കാരണം പുസ്തകങ്ങളെ തെരഞ്ഞു പിടിച്ച് ഹണ്ട് ചെയ്ത് കിട്ടുന്നതെന്ന് പറയുന്നത് പഴയതുപോലെ പ്രയാസകരമല്ല. നമുക്ക് നമ്മുടെ ഒരു താല്പര്യമുണ്ടെങ്കിൽ എളുപ്പം കിട്ടാവുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. പുസ്തകങ്ങളൊന്നും കിട്ടാക്കനിയായിട്ട് ഇനിയുള്ള കാലം അവശേഷിക്കുകയില്ല. മാധ്യമപ്രവർത്തകനും നോവലിസ്റ്റുമായ ഷംസുദ്ദീൻ കുട്ടോത്ത്. വായന തുടങ്ങുന്നതിന് ആകാശവാണി ഒരു കാരണമാണ്. എൻ്റെ വീട് നാട്ടുംപുറത്താണ്. കോഴിക്കോട് പേരാമ്പ്രക്കടുത്തുള്ള കുട്ടോത്ത് എന്ന് പറയുന്നൊരു ഗ്രാമമാണ്. അവിടെ നമുക്ക് ലൈബ്രറി ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കും, പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. ഞാൻ കുറേ പുസ്തകം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടുണ്ടായൊരു ഗുണവും ദോഷവും ഉണ്ട്. കാരണം ചെറിയ പ്രായത്തിൽ കുറേ പുസ്തകം വായിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ പലതും രണ്ടാമത് വായിക്കേണ്ടി വന്നു. ഇപ്പം ബഷീർ, MT, പുനത്തിൽ, സെയ്തു, സക്രി, ഇങ്ങനെ ആൾക്കാരുടെയൊക്കെ പുസ്തകങ്ങൾ ഏകദേശം ഒരു ഡിഗ്രിക്ക് മുമ്പേ തന്നെ മലയാളത്തിലെ പ്രമുഖരുടെ പുസ്തകങ്ങളൊക്കെ മിക്ക പുസ്തകങ്ങളും വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം വായനയോടുള്ളൊരു ഇഷ്ടം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയതുകൊണ്ട് പിന്നീടുള്ള മുഴുവൻ വായനയും കുറച്ച് ഗൗരവത്തിലുള്ളൊരു വായന ഡിഗ്രി കാലത്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് OV വിജയൻ അതുപോലുള്ള സക്രിയയിലേക്കൊക്കെ കുറച്ചും കൂടെ ശക്തമായി വായന വരുന്നത് ആ കാലഘട്ടത്തിലാണ്. പിന്നെ ട്രാൻസ്ലേഷനൊക്കെ വായിക്കാൻ തുടങ്ങുന്നു. അത്തരത്തിലുള്ളൊരു വായനയെ കുറച്ചുകൂടെ ഗൗരവത്തിൽ കാണുന്നത്. അപ്പോൾ അവരൊക്കെ പറയുന്ന ഗൗരവമുള്ള പുസ്തകങ്ങൾ നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെയുള്ളൊരു വായനാ ശീലം പിന്നെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഒരു ജേർണലിസ്റ്റ് ആവാനുള്ള ആഗ്രഹമൊക്കെ വരുന്നത് അക്കാലത്താണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ എഴുത്തുകാർക്കൊക്കെ കത്തെഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ചുള്ളിക്കാട്, ONV കുറുപ്പ്, മധുസൂദൻ നായർ, ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർക്ക് വട്ടെഴുത്തുകാരോട് ഭയങ്കര ആരാധനയായിരുന്നു. ഇവർക്കൊക്കെ കത്തെഴുതും. അതുപോലെ തന്നെ പലരെയും വീടുകളിൽ പോയി കാണുന്നൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ചുള്ളിക്കാടിനൊക്കെ കാണാൻ പോയത് ഭയങ്കര രസമുള്ള ഓർമ്മയാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു എഴുത്തിനുള്ള ഒരു വിത്ത് പാകിയിട്ടുണ്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു 6ാം ക്ലാസ്സിൽ നിന്ന് ചെറിയ കവിതാ രൂപത്തിൽ പലതൊക്കെ എഴുതി തുടങ്ങി. എന്നെ പഠിപ്പിച്ചൊരു ഗീത ടീച്ചറുണ്ട്. ടീച്ചർ എനിക്ക് ആദ്യമായിട്ട് വലിയ പുസ്തകമൊക്കെ എടുത്തു തരുകയൊക്കെ ചെയ്ത് ലൈബ്രറിയിൽ നിന്ന്. പിന്നെ ആ വായന ജീവിതത്തിൽ മുഴുവൻ സമയവും വായന കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. വല്ലപ്പോഴാണ് വായന നിന്ന് പോയിട്ടുള്ളൂ. അല്ലാത്ത ഘട്ടങ്ങളൊക്കെ വായന നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, ഇരീച്ചാൽ കാപ്പ്. എൻ്റെ നാട്ടിലെ കഥകളാണ്. ആ നോവലിലേക്കൊക്കെ വരാൻ കാരണം എൻ്റെ ഒരു വായന, എൻ്റെ ഒരു പഴയ വായനശാല ഓർമ്മ, ഞാൻ നടന്ന വഴികൾ, ആ രീതിയിലുള്ള ഒരു ചിന്തയൊക്കെയാണ് എന്നെ ആ നോവലിലേക്ക് കൊണ്ടുപോയത്. അടുത്ത കാലത്ത് വായിച്ച എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പുസ്തകം ഒരു തുർക്കി എഴുത്തുകാരി എലിഫ് ഷഫാക്ക് എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ 40 റൂൾസ് ഓഫ് ലവ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അത് ഇന്നത്തെ കാലവും അതുപോലെ തന്നെ ജലാലുദ്ദീൻ റൂമിയുടെ കാലവും 2 കാലത്തിനെയും ചേർത്തുകൊണ്ടുള്ള ഒരു അസാധ്യ നോവലാണ്. ആ നോവൽ വായിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ 2-3 മാസം പിന്നെ ഒന്നും വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് അത്രയും കാലം നമ്മുടെ മനസ്സിൽ ആ നോവൽ ഉണ്ടാക്കിയ ഒരു അവസ്ഥയുണ്ട്, വല്ലാത്തൊരു ചിന്ത. അതിനു മുമ്പ് എനിക്കങ്ങനെ തോന്നിയത് കസാൻ സാക്സിൻ്റെ സോർബെ ദ ക്രീറ്റ് എന്ന് പറയുന്ന നോവൽ വായിച്ചപ്പോഴാണ്. സോർബെ എന്ന മനുഷ്യൻ്റെ ശബ്ദം, ബഹളം, അദ്ദേഹം ആ നോവൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോർബയുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ എപ്പോഴും ഉണ്ടാവുന്ന തരത്തിലേക്ക് അങ്ങനെ അവശേഷിക്കുന്ന ഒരു ആസ്വാദ്യതയായിരുന്നു ആ നോവൽ തന്നത്. അടുത്ത വായിച്ചത് 40 റൂൾസ് ഓഫ് ലവ് ആണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ കൊണ്ടുപോയ ഒരു നോവൽ. എഴുത്തുകാർ സന്തോഷ് കുമാർ, PV ഷാജികുമാർ, ഇതുപോലുള്ള എഴുത്തുകാരൊക്കെ വലിയ ഇഷ്ടമാണ്. പ്രശാന്ത്, ഇവരുടെയൊക്കെ പുതിയ പുസ്തകങ്ങൾ, പുതിയ നോവലുകളൊക്കെ വലിയ ഇഷ്ടത്തോടു കൂടി വായിച്ച നോവലുകളാണ്. ചിലതിപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന നോവലുകളാണ്. നോവലിസ്റ്റായ PF മാത്യൂസ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് വായിച്ച ഒരു കഥ കടലിൽ അകപ്പെട്ടു പോയ ഒരു നാവികൻ്റെ കഥയാണ്. നിർഭാഗ്യവശാൽ അതിന് തുടക്കവും ഒടുക്കവും ഉണ്ടായിരുന്നില്ല, മദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കടലിൽ അകപ്പെട്ടു പോയ ഒരു നാവികൻ അനുഭവിക്കുന്ന വേദനകൾ, വെള്ളത്തിന് നടുവിലാണെങ്കിലും ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ഒരവസ്ഥയൊക്കെ അയാൾ നന്നായിട്ട് അനുഭവിച്ചു. അതെൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടായിരുന്നു. പൊതുവേ വീടുകളിൽ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാറാണല്ലോ പതിവ്. എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു. കുട്ടികൾ ബാഹ്യമായ കാര്യങ്ങൾ വായിക്കേണ്ടതില്ല, പഠന വിഷയങ്ങൾ വായിച്ചാൽ മതി. അതല്ലെങ്കിൽ
മതഗ്രന്ഥങ്ങൾ വായിച്ചാൽ മതി എന്നൊക്കെയുള്ളൊരു ശാസന ഉണ്ടായിരുന്നു. നമ്മൾ അക്ഷരം ചൊല്ലി പഠിക്കുന്ന പ്രായത്തിൽ തന്നെ ഇതിനെ ധിക്കരിക്കണം എന്നുള്ളൊരു വാസന എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ എനിക്കും ഉണ്ടായി. അങ്ങനെ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ എന്നെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന ടീച്ചറുടെ വീട്ടിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുത്തുമായിരുന്നു. ഞാൻ അവിടെ പോയിട്ട് അതിൻ്റെ അവസാനത്തെ താളിലുള്ള അരവിന്ദൻ വരച്ചിരുന്ന ചെറിയ മനുഷ്യരും വലിയ ലോകവും വായിക്കുമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ആദ്യത്തെ ശ്രദ്ധേയമായ ഒരു വായന അവിടെ നിന്നാണ്. മിക്കവാറും മാതൃഭൂമിയിൽ വരുന്ന കഥകൾ മുഴുവനും അവിടെ പോയി വായിക്കുന്നത് മിക്കവാറും ചെയ്തിരുന്നത് മുഴുവനും വീടിനോടുള്ളൊരു ധിക്കാരമായി എന്നുള്ള നിലയിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ വായന തുടങ്ങുന്നത്. പുസ്തകങ്ങളായിട്ട് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ലഭ്യമായ സാഹിത്യം സ്കൂൾ ലൈബ്രറികളിൽ നിന്നൊക്കെ കിട്ടാൻ തുടങ്ങിയത് മിക്കവാറും വില കുറഞ്ഞ സാഹിത്യമാണ്. അതായത് പൈങ്കിളി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ കുറ്റാന്വേഷണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലയാള നോവലുകളാണ് ഞാൻ വായനയിൽ എല്ലാവരെയും പോലെ തന്നെ. അതായത് കോട്ടയം പുഷ്പനാഥ്, ദുർഗാപ്രസാദ് ഖത്രി എന്നിങ്ങനെയുള്ള ആളുകൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വായന തീരെ അപര്യാപ്തമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിയുമ്പോൾ നമ്മൾ കൂടുതൽ ആലോചിക്കുന്നു, അന്വേഷിക്കുന്നു, പുതിയ ലൈബ്രറികളിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഞാൻ ദസ്തയേവ്സ്കിയെ കണ്ടെത്തുന്നത്. 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ദസ്തയേവ്സ്കി എന്ന ആ വലിയ എഴുത്തുകാരനിലേക്ക് ഞാൻ കടന്നു. അത് ആ പ്രായത്തിലുള്ള ഒരു കുട്ടി വായിക്കേണ്ട ഒരു പുസ്തകമൊന്നുമല്ല. കാരണം ജീവിതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ അനുഭവിച്ച് എഴുതിയ ഇരുണ്ട ദർശനങ്ങളുള്ള ഒരു മഹത്തായ കൃതിയാണ് ദസ്തയേവ്സ്കി എഴുതിയിട്ടുള്ളത്. എന്നാലും ഒരു ഓഥറെ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ എല്ലാ കൃതികളും കൃത്യമായി സംഘടിപ്പിച്ച് വായിക്കുക എന്നുള്ള ശീലം അന്നു മുതലേ എനിക്ക് തുടങ്ങിയിരുന്നു. കുറ്റവും ശിക്ഷയും, നിന്ദിതരും പീഡിതരും, പാവപ്പെട്ടവർ, കരമസവ് സഹോദരന്മാർ എന്നു തുടങ്ങി അദ്ദേഹം എഴുതിയിട്ടുള്ള രചിച്ച നോവലുകളുടെ വിവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഒരു വളരെ വിശേഷപ്പെട്ടൊരു കാര്യം. അപ്പോൾ ദസ്തയേവ്സ്കിയിലാണ് ആദ്യം ഞാൻ പിടിമുറുക്കിയത്. കത്രകടവിലുള്ള ഒരു ലൈബ്രറി, വിജ്ഞാനോദയ വായനശാല എന്ന് പറഞ്ഞൊരു വായനശാലയുണ്ട്, പിന്നെ ഒരു സഹൃദയ എന്നൊരു വായനശാലയുണ്ട്. ഈ 2 വായനശാലകളിലും ഈ പുസ്തകങ്ങളൊക്കെ ലഭ്യമായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ അലക്സാണ്ടർ ഡ്യൂമായുടെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോയും 3 മസ്കറ്റീഴ്സൊക്കെ വായിക്കാൻ തുടങ്ങിയത്. ആദ്യം വായിച്ചത് മുഴുവനും ദസ്തയേവ്സ്കി തന്നെയാണ്. എന്തിന്, ദസ്തയേവ്സ്കിയോളം തന്നെ വലിയ എഴുത്തുകാരനായ റഷ്യൻ എഴുത്തുകാരനായ ടോൾസ്റ്റോയുടെ കൃതികൾ വായിക്കുന്നത് പിന്നെയും കുറേ കഴിഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ യുദ്ധവും സമാധാനവും എന്നൊരു കൃതി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ കൃതി അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ കൃത്യമായിട്ട് നിഷ്ഠയോടെ വായിച്ചു തീർത്തത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ലോകവീക്ഷണത്തിനെ മാറ്റിമറിച്ചിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ വളരെ സാധാരണ മട്ടിൽ പോകാവുന്ന ഒരു ബാല്യമാണ് എനിക്കുണ്ടായത്. അതുകൊണ്ടുള്ള ഒരു ദോഷവും കൂടി പറയണമല്ലോ. ഉള്ളിലേക്ക് ചുരുങ്ങിപ്പോവുക എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. മിക്കവാറും ഭാവിയിൽ എഴുതാനിടയുള്ള ആളുകളെല്ലാം ഒരു പരിധിവരെ ഒരു ഇൻട്രോവേർട്ടിസം അവരുടെ സ്വഭാവത്തിൽ പ്രകടമാക്കാറുണ്ട്. അതുപോലെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിധിവരെ ഇൻട്രോവേർട്ടായ ഞാൻ കൂടുതൽ കളിക്കളങ്ങളോടും അതുപോലെ കളിക്കൂട്ടുകാരോടുമുള്ള അടുപ്പം വളരെ കുറയ്ക്കുകയും ഈ പുസ്തകങ്ങളിലും വായനയിലും മുഴുകുകയും ഒക്കെ ചെയ്തു. തുടർന്ന് വായന വളരെ ശക്തമായി മുന്നോട്ട് പോകവേ മലയാളത്തിലെ മുഖ്യധാരാ സാഹിത്യത്തെ വിട്ടിട്ട് പിന്നീട് വളരെ ഗൗരവത്തിൽ എഴുതുന്ന എഴുത്തുകാർ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വൈകിയാണ് വരുന്നത്. ദസ്തയേവ്സ്കിയും കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതെന്നെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. സാധാരണഗതിയിൽ ഞാൻ ഏതെങ്കിലും കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ബഷീർ വായിക്കുമെന്ന് പറയാറുണ്ടെങ്കിലും ഞാൻ വായിച്ചത് വളരെ വൈകിയാണ്. ബഷീർ, ഉറൂബ്, കോവിലൻ തുടങ്ങിയ എഴുത്തുകാരെ എനിക്ക് വലിയ കാര്യമായിരുന്നു. MT വാസുദേവൻ നായരോട് അന്നും ഇന്നും എനിക്ക് അത്രയ്ക്കധികം താല്പര്യം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തുകൊണ്ടാണെന്ന് എനിക്കത് ഇപ്പോഴും അറിയില്ല. എനിക്കതിൽ കൂടുതൽ ഇഷ്ടമായത് OV വിജയൻ്റെ എഴുത്തുകളോടായിരുന്നു. അപ്പോൾ OV വിജയൻ്റെ ഈ പറഞ്ഞതുപോലെ ഖസാക്ക് അനന്തര തലമുറയിൽപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ ഖസാക്കിനെ ഒരു അളവുകോലായിട്ട് കാണുകയും അവിടെ നിന്ന് അങ്ങോട്ട് ഖസാക്കിനെ മറികടക്കുന്ന ഒരു കൃതി എഴുതണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ സ്വരൂപിക്കുകയൊക്കെ ചെയ്തു. എന്നിൽ ഒരു എഴുത്തുകാരൻ രൂപപ്പെട്ടു വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു 14-15 വയസ്സിലൊക്കെ ഞാൻ എഴുതി തുടങ്ങിയിരുന്നു. അപ്പോൾ ആ വയസ്സിലൊക്കെ ഞാൻ എഴുതി തുടങ്ങിയത് എൻ്റെ ഒരു വായനയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഏറെക്കുറെ ഇരുണ്ട ദർശനമുള്ള കാഴ്ചയുള്ള കഥകളും മറ്റുമാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോഴും എന്തെഴുതണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ എൻ്റേതായ ഒരു ധാരണ എനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വായനയ്ക്ക് ഒരു ദിശ ചൂണ്ടിക്കാണിച്ചു തരാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ നഗ്നമായ സത്യം. കോളേജിലേക്ക് കടന്നപ്പോൾ ഏതാണ്ട് ഡിഗ്രി കാലഘട്ടത്തിലാണ് കാഫ്കയെ ഞാൻ കണ്ടെത്തുന്നത്. ഫ്രാൻസ് കാഫ്ക എൻ്റെ കാഴ്ചയെ, സാഹിത്യ ബോധത്തെ
ജീവിതത്തോടുള്ള ഒരു ഉൾക്കാഴ്ചയെ തന്നെ വല്ലാതെ സ്വാധീനിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മെറ്റമോർഫോസിസ് എന്ന കൃതിയേക്കാൾ ഉപരി ട്രയൽ എന്ന കൃതിയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. ഈ ട്രയൽ എന്ന കൃതി ഞാൻ വായിക്കുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരാൾ എനിക്ക് തന്നതുകൊണ്ടാണ് ഞാനത് വായിക്കാൻ കാരണം. അതിനുശേഷം പിന്നെ കാഫ്കയുടെ എല്ലാ കൃതികളും വായിക്കാൻ തുടങ്ങി. ഏതാണ്ട് മലയാളത്തിൽ ആ കാലഘട്ടത്തിൽ എക്സിസ്റ്റൻഷ്യൽ ധാരയുള്ള ധാരാളം മലയാള സാഹിത്യ കൃതികൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. ഏറെക്കുറെ കാക്കനാടൻ, മുകുന്ദൻ തുടങ്ങിയവരുടെ കൃതികൾ വായിച്ചു തള്ളുകയായിരുന്നു. അപ്പോഴും ഞങ്ങൾ അതിൻ്റെ ഒരു മൂലരൂപം എന്ന് പറയുന്നത് കമ്യൂവും സാർത്രയുമായിട്ടുള്ള അത്തരം എക്സിസ്റ്റൻഷ്യൽ എഴുത്തുകാരുടെ കൃതികളാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും വായിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ വായനയിലേക്ക് കടന്നു വന്നത് മിലൻ കുന്ദേരയെ പോലെയുള്ള എഴുത്തുകാരാണ് കടന്നു വന്നത്. ഇത് കുറേ ഒരു പരിധിവരെ പൊളിറ്റിക്കലുമാണ്, ഒപ്പം തന്നെ വളരെ ഫിലോസഫിക്കലുമായിട്ടുള്ള കൃതികളാണ്. ഇമ്മോർട്ടാലിറ്റി എന്ന മിലൻ കുന്ദേരയുടെ ഒരു കൃതി എൻ്റെ എഴുത്തിനെ വളരെയധികം സ്വാധീനിച്ചു എന്നുള്ള കാര്യം പറയേണ്ടതുണ്ട്. അതായത് ഒരു നോവൽ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാരൂപം. അപ്പോൾ നോവൽ എഴുതുമ്പോൾ ഒരു നോവലായിട്ടിരിക്കണം എന്നുള്ളൊരു ധാരണയിലേക്ക് ഞാൻ എടുക്കുന്നത് മിലൻ കുന്ദേരയിലേക്ക് വന്നപ്പോഴാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ വായനയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ PV ഷാജികുമാർ. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചുള്ള MT ആണ്. MT ആണ് എന്നെ എഴുത്തുകാരനാക്കിയെന്ന് ഞാൻ പറയും. കാരണം MT അനുകരിച്ച് നടന്നിരുന്ന ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. ഞാൻ നന്നായി എല്ലാവരോടും സംസാരിക്കുന്ന ആളാണ്. MT ആരോടും അധികം സംസാരിക്കാറില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് MT പോലെ ആവണമെന്ന് അതിൽ ആരോടും മിണ്ടാതെ നടന്നിരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതേപോലെ MT പത്തായപ്പുരയിൽ നിന്നാണെന്ന് എഴുതുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ നെല്ല് ഇടുന്ന പത്തായുണ്ട്, അപ്പോൾ അവിടെ ഇരുന്ന് എഴുതാൻ പറ്റുമോ എന്ന് ശ്രമം നടത്തുകയും വീട്ടിൽ നിന്ന് നന്നായി ചീത്ത വെക്കുകയും ചെയ്ത ഒരു കുട്ടിയായിരുന്നു. അന്ന് നീളം കുറഞ്ഞൊരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ മുണ്ടെടുത്ത് നടന്നിട്ട് അവസാനം മുണ്ട് കഴിഞ്ഞ് വീഴുകയും മുണ്ട് സ്കൂൾ ബാഗിലിട്ടിട്ട് നടന്നു പോയ ഒരു ഓർമ്മ എനിക്കുണ്ട്. പിന്നീട് ഒരിക്കൽ കുറേ കഴിയുമ്പോഴാണ് MT എഴുതിയ കഥകൾ MTയുടെ നാടിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. കൂടല്ലൂർ എന്ന് പറയുന്ന നാട്ടിലെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ മനുഷ്യരുടെയും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെ ഒക്കെ കഥയാണ് MTയുടെ കൃതികളിൽ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു ഘട്ടത്തിലാണ് എനിക്ക് MTയുടെ കൃതികളിൽ അങ്ങനെ ഒരു സ്ഥലം കടന്നു വരുന്നു, ജീവിച്ചിരിക്കുന്ന ഇടം വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ നാടായിട്ടുള്ള മടിക്കയെക്കുറിച്ച് എഴുതിക്കൂടാ എന്നുള്ള ചിന്ത വരുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കഥ അതുവരെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നു. എൻ്റെ കഥ വേറൊരു സ്വഭാവത്തിലേക്ക് എത്തിപ്പെടുന്നത് ആ ചിന്തയിൽ നിന്നാണ്. അപ്പോൾ ഒരു തരത്തിൽ എന്നെ എഴുത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് MT ആണ്. MT ഇപ്പോഴും നിരന്തരമായിട്ട് എൻ്റെ വായനയിൽ കടന്നു വരുന്നുണ്ട്. കാരണം MTക്ക് ഏത് കാലത്തും പ്രവേശിക്കാവുന്ന ഒരു വാതിലുണ്ട്. അത് ഏത് മാനസിക നിലയിലും പ്രവേശിക്കാവുന്ന ഒരു വഴി MT എപ്പോഴും വായനക്കാരന് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ MT മാത്രമല്ല, പിന്നീട് പലരുടെയും ഞാൻ വായിച്ചു. സക്കറിയ, VP ശിവകുമാർ, പിന്നെ N പ്രഭാകരൻ, സാറ ജോസഫ്, ഉറൂബ്, ബഷീർ, കേശവദേവ്, തകഴി, പട്ടത്തുവിള കരുണാകരൻ, UP ജയരാജ്, അങ്ങനെ നമ്മൾ എല്ലാവരെയും എല്ലാ എഴുത്തിലൂടെയും കടന്ന് ഞങ്ങളങ്ങനെ പോയിട്ടുണ്ട്. ഒരു മൂഡ് വരുമ്പോൾ വായിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക്. അതിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് വായിക്കണമെന്നോ രാത്രി കിടക്കും മുമ്പേ വായിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ വായനക്കൊരു മൂഡുണ്ടല്ലോ. നമ്മൾ സിനിമ കാണാനൊരു മൂഡുണ്ട്, കഥ എഴുതാനൊരു മൂഡ് വേണം. അപ്പോൾ ആ ഒരു മൂഡ് വരുമ്പോഴാണ് ഞാൻ വായിക്കാറ്. അങ്ങനെ ഒരു പ്രത്യേക സമയങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവെ ക്ലാസിക് കൃതികളാണ്. പഴയ കഥാസരിസാഗരം, പിന്നെ സോവിയറ്റ് യൂണിയൻ നാടോടി കഥകളുടെ മറ്റ് സംഭവങ്ങൾക്ക്, പിന്നെ രാമായണം, മഹാഭാരതം വീണ്ടും വായിക്കുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് ക്ലാസിക്കുകൾ വായിക്കാനുള്ള ഇഷ്ടം കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് എന്റെ വാക്ക് എന്റെ വായനയിൽ ഷംസുദ്ദീൻ കുട്ടോത്ത്, TD രാമകൃഷ്ണൻ, വിനിൽ പോൾ, രാഹുൽ രാധാകൃഷ്ണൻ, PF മാത്യൂസ്, PV ഷാജികുമാർ എന്നിവർ പങ്കെടുത്ത പരിപാടിയാണ് കേട്ടത്. ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.